എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ അൾസർ വരും. അത് എങ്ങനെയാണ്, ഏത് രീതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴാണ്, അതിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് പറയാമോ? എരിവും അൾസറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആയിരിക്കുന്നത്. അതായത് അതൊരിക്കലും മിത്തായിട്ട് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ വാസ്തവമാണ്. അപ്പോൾ നമ്മുടെ ആമാശയത്തിനെ ആവരണം ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ സ്കിന്നിന് പോലെ ആമാശയത്തെ ആവരണം ചെയ്തുകൊണ്ട് ഒരു സ്കിന്നുണ്ട് അവിടെ. അപ്പം അമിതമായ ആസിഡ് ഉത്പാദിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ സ്കിന്നിന് വിള്ളലുകൾ സംഭവിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഈ ആസിഡ് കൂടുതൽ അതിനകത്ത് പതിക്കുകയും അവിടെ കൂടുതൽ വിള്ളലുണ്ടാവുകയും ചെയ്യുന്നു. അതിനെയാണ് അൾസർ എന്ന് പറയുന്നത്. അൾസർ എന്ന പദം സത്യം പറഞ്ഞാൽ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ആമാശയത്തിലുണ്ടാകുന്ന അൾസറിനെയാണ്. പക്ഷേ ഏത് ശരീരത്തിൻ്റെ ആവരണത്തിലും, ഉള്ളിലാവട്ടെ പുറത്താവട്ടെ, സ്കിന്നിലാവട്ടെ, ഒരു ബ്രീച്ച്, അതായത് ഒരു വിടവ് ഉണ്ടാവുന്നതിനെയാണ് അൾസർ എന്ന് പറയുന്നത്. സയൻസ് അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ മുറിവുണ്ടായാലും അതൊരു അൾസറാണ്, അവിടെ തനി വ്രണം ഉണ്ടായാലും അത് അൾസറാണ്, സ്കിന്നിലുണ്ടാകുന്നത് പോലും അൾസറാണ്. ഇപ്പോൾ ഈ അൾസറിനെ നമ്മൾ വല്ലാതെ പറഞ്ഞ് വയറ്റിനകത്തുണ്ടാകുന്ന ഒരു അൾസറായിട്ട് മാത്രമാണ് കരുതിപ്പോകുന്നു. പക്ഷേ ആസിഡ് കൂടുതലുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ആസിഡ് കൂടുതലുണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് കൂടുതലും മുളക് ചേരുന്ന, എരിവ് ചേരുന്ന പദാർത്ഥങ്ങളും, അതേപോലെ മസാലപ്പൊടി മസാലകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ. അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ആസിഡ് ഇതിൻ്റെ ഉൽപ്പാദനം കൂടുകയും ഈ വ്രണം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ചായ, കോഫി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഈ ആസിഡ് കൂടുകയും അൾസർ ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വളരെ ഇതായിട്ട് ഫാസ്റ്റ് ചെയ്യുക, അതായത് നമുക്ക് ആഹാരം ദഹിപ്പിക്കാനുള്ള ആസിഡ്, അത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉണ്ടാകുന്നത് ദഹിപ്പിക്കാൻ വേണ്ടി ആഹാരം ചെന്നില്ല എന്നുണ്ടെങ്കിൽ ആസിഡ് അവിടെ തന്നെ പതിച്ച് അൾസർ ഉണ്ടാകാം. അപ്പം ആഹാരം കഴിക്കാതിരിക്കുക, അമിതമായിട്ട് ഈ ആസിഡ് കൂട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ അൾസർ ഉണ്ടാകാം. നിയന്ത്രിതമായിട്ട് ഉപയോഗിച്ചാൽ അതെ, നമ്മൾ സാധാരണ രീതിയിൽ ആസിഡിറ്റി അല്ലെങ്കിൽ അൾസർ അല്ലെങ്കിൽ ഈ വയറെരിച്ചിലുള്ള ആൾക്കാർക്ക് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ മുളക്, സാധാരണ നിങ്ങൾ 4 മുളക് ചേരുന്ന സാധനങ്ങൾ നിങ്ങൾ 2ആയിട്ട് കുറയ്ക്കുക. ഇല്ലാതെ കഴിക്കാമെന്ന് നമുക്ക് ഒരിക്കലും പറയാറില്ല.